ഹലോ, പിന്നെ പണ്ട് രണ്ട് ആൾക്കാരുണ്ട്, അജയനും വിജയനും. ഈ അജയന്റെയും വിജയന്റെയും വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചെയ്യാൻ പറ്റുമോ സക്കീർ ഭായി? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. അജയന്റെയും വിജയന്റെയും വയസ്സും തേടി വന്നതല്ലേ മക്കളെ. ഈ ഒരു ചോദ്യം മുഴുവനായിട്ട് പഠിക്കുക, മുഴുവനായിട്ട് കാണുക. ക്ലാസ് മുഴുവനായിട്ട് കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം മറക്കാണ്ട തന്നെ ലൈക്ക് ചെയ്ത്, ആദ്യം തന്നെ ലൈക്ക് ചെയ്തേക്ക്. കഷ്ടപ്പെട്ടല്ലേ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത്, അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്റെ പൊന്നു മക്കൾ, ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് സെക്ഷനിൽ ഇടണം, ഇടാനും മറക്കരുത്. അപ്പൊ അജയന്റെയും വിജയന്റെയും നമുക്ക് ക്ഷണിക്കാം അല്ലെ. ഇതാണ് നമ്മുടെ അജയനും വിജയനും. മക്കൾ മനസ്സിലാക്കി വെച്ചോ, ക്വസ്റ്റ്യൻ ഏജ് പ്രോബ്ലംസ് ആണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോ. ഞാൻ സെറ്റാക്കി തരാളിയ. ഞാൻ നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്താ, ചോദ്യം നന്നായിട്ട് വായിച്ചോ കേട്ടോ. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. അടുത്ത കൊല്ലത്തെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ വയസ്സ് എത്രയാണ്, എന്നിട്ട് ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാ ചോദിച്ചത്. അജയൻ ഈസ് 10 years older than വിജയൻ. നെക്സ്റ്റ് ഇയർ അജയൻസ് ഏജ് വുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. വാട്ട് ആർ ദ ഏജസ് നൗ? അപ്പൊ എന്റെ പൊന്നു മക്കൾ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം മനസ്സിലാക്കി വെക്കുക, അജയന്റെയും വിജയന്റെയും വയസ്സല്ലേ ഏറ്റവും കുറവ് വയസ്സായിരിക്കാൻ നോക്കാം. ചോദ്യം നോക്ക്. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. വിജയന്റേതിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് നമ്മുടെ അജയന്. അപ്പൊ വിജയനാണ് നമ്മളെ വയസ്സ് കുറവ്. അപ്പൊ വിജയന്റെ ഏജ് ഏജ് ഓഫ് വിജയൻ മക്കളെ, വിജയന്റെ വയസ്സ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. കാരണം ഇവിടെ പറയുന്നുണ്ട് അജയൻ ഈസ് 10 years older than വിജയൻ. വിജയന്റേതിനേക്കാള് 10 വയസ്സ് കൂടുതലാണ് നമ്മുടെ അജയൻ അല്ലെ. അതായത് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അജയൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം വിജയന് നമ്മൾ വയസ്സ് കുറവായതുകൊണ്ട് എക്സ് എടുത്തു എന്ന് പറഞ്ഞു, വെറുതെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ അജയന്റെ ഏജ് എന്തായിരിക്കും? ദ ഏജ് ഓഫ് അജയൻ അല്ലെ. അജയന്റെ ഏജ് അല്ലെ, അതായത് അജയന്റെ വയസ്സ് അതിനേക്കാൾ ഒരു 10 കൂടും. നമ്മുടെ വിജയൻ എക്സ് ആണെങ്കിലേ ഒരു 10 കൂട്ടിയാൽ മതി കേട്ടോ. അപ്പൊ എക്സിനോട് 10 കൂട്ടിയ അല്ലേ, ഒരാൾക്ക് എക്സ് മറ്റേ ആൾക്ക് 10 കൂട്ടുക. സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കാം എന്താ ക്വസ്റ്റ്യൻ. അടുത്ത വർഷം പറയുന്നുണ്ട്, അതായത് നെക്സ്റ്റ് ഇയർ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എടാ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അടുത്ത കൊല്ലം അല്ലേ, നെക്സ്റ്റ് ഇയർ അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എത്രയാണ് വയസ്സ്? അത് ഒരു വർഷം കൂടുമ്പോൾ ഒരു വയസ്സ് കൂടും, അതാ പരിപാടി. അപ്പൊ അജയന്റെ വയസ്സും വിജയന്റെ വയസ്സും നമുക്ക് അടുത്ത കൊല്ലം എന്തിനാണ് എത്രയായിരിക്കും നോക്കാം. ഇപ്പൊ നിലവില് വിജയന് എത്ര വയസ്സുള്ളത്? എക്സ് വയസ്സാണ്. അപ്പൊ നെക്സ്റ്റ് കൊല്ലം നമ്മുടെ വിജയന്റെ ഏജ് എത്രയായിരിക്കും? ഏജ് ഓഫ് വിജയന് എന്തായിരിക്കും? വിജയൻ എന്താ വരിക? ഇതിനോട് ഒരൊന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരൊന്ന് കൂട്ടുക. ഓക്കെ, ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി ചെയ്താ അല്ലേ, അല്ലെങ്കിൽ അടുത്ത പേജിൽ ചെയ്തല്ലേ. ഓക്കെ അല്ലേ, വേണ്ട നോട്ടെ. ഇതാ നോക്ക്, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? വിജയന്റെ വയസ്സ് നമ്മൾ ഒരൊന്ന് കൂട്ടുക. കാരണം ഒരു കൊല്ലം കൂടുമ്പോൾ ഒരു വയസ്സ് കൂടത്തില്ലേ. അപ്പൊ എക്സിനോട് 1 കൂട്ടി. റെഡിയാണോ? അപ്പൊ എക്സിനോട് 1 കൂട്ടി. ഓക്കെ, സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൊന്നു മക്കൾ മനസ്സിലാക്ക്, നമ്മുടെ അജയൻ എത്ര വയസ്സുണ്ടാവാം? അജയന്റെ ഏജ്, ദ ഏജ് ഓഫ് അജയനും ഇതേപോലെ ഒരു വയസ്സ് കൂടൂലേ. അജയന് പിന്നെ വയസ്സ് കൂടാണ്ട് നിൽക്കൂടെ ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? X+10 ആണ് അജയന്റെ വയസ്സെങ്കിൽ ഒരു 1 കൂട്ടുക. അപ്പൊ X+10 1 കൂട്ടിക്കഴിഞ്ഞാല് X+11. ഇത് രണ്ടും റെഡിയാണോ? ഒന്നുമില്ല. ഏറ്റവും കുറവ് വയസ്സ് നമ്മുടെ വിജയനാണ്, എക്സ് കൊടുത്തു. അതിനേക്കാളും 10 വയസ്സ് കൂടുതലാണ് അജയന്, X+10. അടുത്ത കൊല്ലം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും? വിജയന് ഒരു വയസ്സ് കൂടി, അജയൻ എന്ത് ചെയ്യും? X+10 ഒരു വയസ്സ് കൂടാം. അപ്പം X+11. റെഡിയാണോ? ഒരു സാധനം കൂടെ അവിടെ പറയുന്നുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് ഇയർ അജയൻ നോക്ക്, നെക്സ്റ്റ് ഇയർ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയർ കേട്ടോ. അടുത്ത വർഷം എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് നോക്ക്. വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. എന്താ ഇംഗ്ലീഷ് പറ? അജയൻസ് ഏജ് വുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാ. അപ്പൊ വിജയന്റെ പ്രായമല്ലേ, വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ് നമ്മുടെ അജയനാവും എന്നാ പറയുന്നത്. അപ്പൊ വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 എവിടെയാ ഗുണിക്കാനിടുക മക്കളെ? ഇവിടെയാണ് ഗുണിക്കാനിടേണ്ടത്. അപ്പൊ 2 നിങ്ങൾ എങ്ങനെ ഗുണിക്കാനിടുക എന്നറിയോ? ഇവിടെ ഒരു 2 അങ്ങോട്ട് ഇട്ടേക്കുക. ഓക്കെ, ഞാൻ ഇതൊന്ന് മായിച്ചോട്ടെ, എന്നിട്ട് പറയാം. ഇവിടെ 2 ഇട്ടേക്കുക. ഇതാണ് നമ്മുടെ
ഏജ് ഓഫ് വിജയൻ. ഇതായിരിക്കും നമ്മുടെ എന്ത് നമ്മുടെ അജയൻ ഉണ്ടാവും. റെഡിയാണോ? അപ്പൊ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അടുത്ത കൊല്ലം കഴിയുന്ന സമയത്ത് ആരാ നോക്ക് അജയൻസ് ഏജ് വുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. എന്താ പറയണത്? അജയന്റെ വയസ്സ്, അതായത് അജയന്റെ വയസ്സ് x+11 ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. നോക്ക്, ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ, ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. അതായത് എന്താ പറയണേ? വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. വിജയന്റെ പ്രായത്തിന്റെ എന്ന് കണ്ട അവിടെ 2 കൊടുക്കണ്ടേ. അപ്പൊ വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. ഇതാണ് സാധനം. ഓക്കെ, ഇതൊന്ന് രൂപീകരിച്ച് സാധനം സെറ്റാക്കിയ വേറെ ലെവലാവൂടാ. ഇതാ കണ്ടോ, ഞാൻ ചെയ്യുന്ന കാണിച്ചാൽ കേട്ടോ. ഇതാ നോക്കിയാൽ ഞാൻ അടുത്ത പേജിൽ എടുത്താം. ഓക്കെ റെഡിയാണോ? ഓക്കെ, പേസ്റ്റ് കാണാം. ഇതൊന്ന് സ്വരൂപിച്ചാൽ മതി. അപ്പൊ ഇത് ഇതേപോലെ തന്നെ ഇതാട്ടോ. x+11 അതേപോലെ എഴുതുന്നു. 2 × x 2x, അതുപോലെ തന്നെ 2 × 1 2 അല്ലേ. അപ്പൊ ഓരോരുത്തർ ചെയ്യണേ. 2നെ x കൊണ്ട് ചെയ്തു 2x, 2നെ 1 കൊണ്ട് ചെയ്തു 2. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? എക്സുകളൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കാം. കൂടുതലുള്ള എക്സ് എവിടെയാന്ന് നോക്കാം, അവിടേക്ക് കൊണ്ടുവച്ച് വെക്കാം. കുറവുള്ളവരെ നമ്പറുകളൊക്കെ മറ്റേ ഭാഗത്ത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ 2x, ഇവിടെ 1x ഉണ്ട് അല്ലേ. അപ്പൊ 2xന്റെ സ്ഥാനത്തേക്ക് എക്സിനെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്പറിനെ കൊണ്ടുവരാം. അപ്പൊ ഈ +x ഇങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ ഈ 2 കണ്ടില്ലേ നിങ്ങൾ, ആ 2നെ നിങ്ങൾ എവിടേക്ക് പറഞ്ഞേക്കണം? ഇവിടുന്ന് ഇങ്ങോട്ടേക്കും പറഞ്ഞേക്കാം. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ എക്സിന്റെ വില കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഉള്ളതൊക്കെ ഒരു സ്ഥാനത്തും എക്സ് ഉള്ളതൊക്കെ ഒരു ഈക്വൽ സൈൻ സമത്തിന്റെ ഒരു സ്ഥാനത്തും ഈ നമ്പറുകളൊക്കെ മറ്റേ സ്ഥാനത്ത് കൊണ്ടുവരാം. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കൂട്ടോ. ഈ 11 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ 11 എഴുതിയതിന് ശേഷം +2 ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടാ. +2 ഇങ്ങോട്ട് പോയപ്പോ -2 ആയി. അപ്പൊ -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഓൾറെഡി ഉണ്ട് +x പോയി. അപ്പൊ -x കേട്ടോ. പ്ലസ് ഇങ്ങോട്ട് പോകുമ്പോ -11 2 കുറച്ചാൽ 9. 2x നോക്ക് 2x 1x പോയാൽ x ആണ് കേട്ടോ. ദേ നമ്മുടെ അത്തരം എക്സിന്റെ വില 9. എക്സ് എന്താ നമ്മൾ എടുത്തത്? ഇവിടെ നോക്ക്, എന്താ എടുത്തത്? വിജയന്റെ നിലവിലെ വയസ്സാണ്. അപ്പൊ വിജയന്റെ വയസ്സ്, ദ ഏജ് ഓഫ് വിജയൻ, വിജയന്റെ വയസ്സ്, അതാണ് നമ്മുടെ എക്സ് എടുത്തത്. അതാണ് നമുക്ക് 9 കിട്ടിയതും. മക്കൾ മനസ്സിലാക്കി വെച്ചോ. വിജയൻ 9 വയസ്സാണെങ്കിൽ അജയന് 10 വയസ്സ് കൂടുതലാണ് അല്ലേ. വിജയന്റെക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ അജയന്റെ വയസ്സ്, ദ ഏജ് ഓഫ് അജയൻ, അജയന്റെ വയസ്സ് എന്ന് പറഞ്ഞാല് ആ 9നോട് ഒരു 10 കൂട്ടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത. അപ്പൊ 9 + 10 19 നമ്മുടെ ഉത്തരം. ഒരേ പൊളി സെറ്റ്. വിജയൻ 9 വയസ്സായിരിക്കുമ്പോ നമ്മുടെ അജയന് 10 വയസ്സ് കൂടിയിട്ട് എത്രയാവും? 19 വയസ്സാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ 9ഉം 19ഉം ആണ് 2 വയസ്സുകൾ. പല കുട്ടികൾക്കും ഡൗട്ട്സ് ഉണ്ടാക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് എവിടെ കൊടുക്കും എന്നുള്ളതായിരിക്കും. മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും എന്ന് പറയുന്നുണ്ട്. ആർക്ക്? അജയന്. അപ്പൊ അജയൻ ഒന്നും ചെയ്യണ്ട, അജയൻ അതേപോലെ വെച്ചാൽ മതി. വിജയന്റെ പ്രായത്തിന്റെ അല്ലേ, വിജയന്റെ പ്രായത്തിന് നോക്ക് ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ, അവിടെ ഞങ്ങൾ 2 കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു സാധനം ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ട് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ എന്റെ പൊന്നുമക്കൾ സെറ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫീഡ്ബാക്കിൽ അറിയിക്കണം. അതോടൊപ്പം അതിനൊരു കാര്യം കൂടെ നിങ്ങളോടൊക്കെ പറയാനുണ്ട്. പരീക്ഷയ്ക്ക് കഴിയാറായി അല്ലേ, കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് എന്ത് ചെയ്യണം? ഈ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ നിങ്ങൾ പറയണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, അതുപോലെ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളോട് വന്ന്, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും, മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യും, ഇതിലൂടെ പറയണം നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ, എങ്ങനെ എളുപ്പമായിരുന്നോ, എന്തൊക്കെ അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ ഞങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. എക്സാം കഴിഞ്ഞാൽ ഞങ്ങളോട് പറയണം. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VJR. അപ്പൊ സൈനിങ് ഓഫ്. അജയന്റെയും വിജയന്റെയും കണ്ടല്ലോ. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.